Hello everyone, welcome to Q3 World. ഇന്ന് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു 2 kg വെയിറ്റ് ഉള്ള ഒരു കേക്കാണ്. ഇതൊരു പുതിയ ഫ്ലേവറിലുള്ള ഒരു കേക്കാണ്. നമ്മൾ സാധാരണ വൈറ്റ് ഫോറസ്റ്റ് കേക്കൊക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെ കുറച്ച് ഫില്ലിങ്ങിൽ ഒരു ചേഞ്ച് വരുത്തിയാൽ നമുക്ക് ടേസ്റ്റ് തന്നെ നല്ലോണം മാറി നല്ലൊരു അടിപൊളി കേക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ 11 ഇഞ്ചിൻ്റെ ഒരു സ്ക്വയർ ടിന്നിലാണ് ബേസിക് വാനില സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. 8 മുട്ട യൂസ് ചെയ്തിട്ടാണ് കേക്ക് ഉണ്ടാക്കിയത്. 12 ഇഞ്ചിൻ്റെ ഒരു ബേസ് ബോർഡിലാണ് നമ്മളത് സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യം ബോർഡിൽ കുറച്ച് ക്രീം സ്പ്രെഡ് ചെയ്ത് നമുക്ക് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. പിന്നീട് ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്ത് കൊടുത്ത് നമുക്ക് ക്രീമും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മൾ ഇതിനായിട്ടൊരു 2.5 കപ്പ് ക്രീമിൻ്റെ ആവശ്യം വന്നിട്ടുണ്ട്. ഡിസൈനും ഫില്ലിങ്ങും ഒക്കെ മൊത്തം 2.5 കപ്പാണ് വന്നിട്ടുള്ളത്. ആദ്യം ഒരു 1.5 കപ്പ് ക്രീം ആദ്യം ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നന്നാക്കി ഫില്ലിങ്ങിലൊക്കെ നമുക്ക് നന്നായിട്ട് തന്നെ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫില്ലിങ്ങിനായിട്ട് എടുക്കുന്നത് ഞാനിവിടെ ഒരു സ്ട്രോബെറി ക്രഷാണ്. അപ്പോൾ നമുക്കൊരു 2-3 ടീസ്പൂൺ സ്ട്രോബെറി ക്രഷ് ഇതിനെ മേലെ ജസ്റ്റ് ഒന്ന് ഒറ്റിച്ച് കൊടുത്ത് നമുക്കിതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കൂടുതലൊന്നും വേണ്ട, നമുക്കൊരു ഫൈൻ തിൻ ലെയറായിട്ട് മാത്രം വെച്ച് കൊടുത്താൽ മതി. കൂടുതലാകുമ്പോൾ നമുക്ക് സ്ട്രോബെറിയുടെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ലാത്തവർക്ക് കൂടി ഇഷ്ടമാവുന്ന ഒരു ഫ്ലേവർ ആണെങ്കിൽ നമുക്കൊരു വളരെ തിൻ ലെയറായിട്ട് ഒരു മൈൽഡായിട്ടുള്ള ഒരു ടേസ്റ്റിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷാണ് ഇതിന് മേലെ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്ട്രോബെറിയുടെയും വൈറ്റ് ചോക്ലേറ്റ് ഗനാഷിൻ്റെയും കോമ്പിനേഷൻ അപാര ടേസ്റ്റാണ്. ഇത് കഴിച്ച് നോക്കിയിട്ട് എനിക്ക് വീണ്ടും വീണ്ടും ഓർഡർ കിട്ടുന്ന ഒരു ഫ്ലേവറാണ് ഇത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കാം. നമുക്ക് സാധാരണ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ഉണ്ടാക്കുന്നതിൽ നിന്നും ഈ ഒരു 2 ഇൻഗ്രീഡിയൻറ്റ് കൂടെ ആഡ് ചെയ്താൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലേവറിലുള്ള ഒരു കേക്ക് നമുക്ക് തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും. ഞാൻ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് കൂടെ ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി സെക്കൻഡ് ലെയറും കൂടെ വെച്ച് കൊടുത്ത് നമുക്ക് സെയിം മെത്തേഡ് റിപ്പീറ്റ് ചെയ്യാം. ഇപ്പോൾ രണ്ടാമത്തെ ലെയർ സ്പോഞ്ച് കേക്കും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഷുഗർ സിറപ്പ് സോക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു കപ്പിന് 1/4 കപ്പ് പഞ്ചസാര എന്ന തോതിൽ നമുക്ക് വെള്ളം തിളപ്പിച്ച് ചൂടാറിയതിന് ശേഷമാണ് ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്നത്. പിന്നീട് ക്രീം അപ്ലൈ ചെയ്ത് നമ്മുടെ സ്ട്രോബെറി ക്രഷും ഇട്ട് കൊടുക്കാം. വൈറ്റ് ചോക്ലേറ്റ് ഗണാഷ് ബാക്കിയുള്ളത് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് കുറച്ച് വൈറ്റ് ചോക്ലേറ്റും കൂടെ സ്പ്രെഡ് ചെയ്ത് മൂന്നാമത്തെ ലെയറും കൂടെ വെച്ച് കൊടുത്ത് ഒന്ന് ഷുഗർ സിറപ്പ് മാത്രം സോക്ക് ചെയ്ത് നമുക്ക് ക്രം കോട്ട് ചെയ്ത് ഒരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. എന്നിട്ട് നമുക്ക് ഫൈനൽ കോട്ടിംഗ് ചെയ്യാനായിട്ട് എടുക്കാം. ഈ സമയത്ത് നമുക്കൊന്ന് ഇതിൻ്റെ ബേസ് ബോർഡ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇത് സെറ്റായി പോയാൽ നമുക്ക് ഇതും ഒന്ന് ഡ്രൈ ആയി പോകും. അതുകൊണ്ട് ഈ സമയത്ത് ക്ലീൻ ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. നമുക്കിത് ഫ്രിഡ്ജിലൊരു 15 മിനിറ്റ് വെക്കാം. വീണ്ടും ഒരു കപ്പ് വിപ്പിംഗ് ക്രീം കൂടെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ കുറച്ചെടുത്ത് ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഫൈനൽ കോട്ടിംഗ് ചെയ്യാനാണ്. പിന്നീട് 2 പോർഷനായിട്ട് 2 കളേഴ്സാണ് ഈ ഒരു കേക്കിന് ഡിസൈൻ ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത്. ഒരു ചെറിയൊരു പേസ്റ്റൽ കളേഴ്സിലാണ് നമ്മൾ ഈ കേക്ക് ഡിസൈൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഡ്രോപ്പ് പർപ്പിൾ കളറും വയലറ്റ് കളറും പിന്നീട് ഒരു ഡ്രോപ്പ് റെഡ് ജെൽ കളറുമാണ് ആഡ് ചെയ്തിട്ടുള്ളത്. രണ്ടും ഒരു സ്റ്റാർ നോസിലിട്ട പൈപ്പിംഗ് ബാഗിലേക്കാക്കി നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. കേക്കൊക്കെ ഡിസൈൻ ചെയ്യാനുള്ള ക്രീം നമുക്ക് മുന്നേ ഇതേപോലെ റെഡിയാക്കി ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമ്മൾ കേക്കിൻ്റെ എല്ലാ പണി കഴിഞ്ഞാലും നമ്മുടെ ക്രീം നല്ല സ്റ്റിഫ് പീക്കായിട്ട് നമ്മൾ വിചാരിച്ച കൺസിസ്റ്റൻസിയിൽ നല്ല ഷേപ്പുള്ള റോസറ്റ്സ് പൈപ്പ് ചെയ്യാനൊക്കെ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ സഹായിക്കും. അപ്പോൾ നമ്മൾ എല്ലാ പണിയും കഴിയാനായിട്ട് കാത്തിരിക്കരുത്. നമുക്ക് ഐസിങ് ബാഗിലേക്ക് ആക്കാനുള്ള ക്രീമൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ക്രീം ബീറ്റ് ചെയ്ത ഉടനെ കളറൊക്കെ ആഡ് ചെയ്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഇനി നമുക്ക് ഫൈനൽ കോട്ടിംഗ് ചെയ്യാനായിട്ട് 2 മെത്തേഡിൽ നമുക്ക് ഫൈനൽ കോട്ടിംഗ് ചെയ്യാം. ഒന്നെങ്കിൽ സൈഡിൽ നിന്ന് മുകളിലേക്കായിട്ട് ഇങ്ങനെ പൈപ്പ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇതേപോലെ നീളത്തിലാക്കി നമുക്ക് സൈഡും കവർ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സൗകര്യം പോലെ ഇങ്ങനെ പൈപ്പ് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഈസി ആയിട്ട് എല്ലാ സൈഡിലും ഈക്വൽ മെഷർമെൻറ്റിൽ ക്രീം എത്തുകയും നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഷാർപ്പ് എഡ്ജ് കിട്ടുകയും ചെയ്യും. മുകളിലെ സൈഡിൽ നമുക്ക് സ്പാറ്റുല യൂസ് ചെയ്ത് ഇതേപോലെ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ആദ്യം മുകളിലൊന്ന് പാലറ്റ് നൈഫ് യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സൈഡും ഇതേപോലെ തന്നെ ചെയ്യാം. പാലറ്റ് നൈഫ് യൂസ് ചെയ്ത് ചെയ്യുമ്പോൾ നമുക്ക് എയർ ബബിൾസ് ഒന്നും ഇല്ലാതെ നല്ല ക്ലിയർ ആയിട്ട് കിട്ടും. അതിനുശേഷം ഇതേപോലത്തെ ഒരു സ്ക്രേപ്പർ യൂസ് ചെയ്ത് നന്നായി സൈഡും സ്ക്രേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ കേക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഫൈനൽ കോട്ടിംഗ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡിസൈൻ ചെയ്ത് നോക്കാം. വളരെ സിമ്പിളായിട്ട് എന്നാൽ നല്ല എലിഗൻ്റ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ചെയ്യാനായിട്ട് പോകുന്നത്.
നമ്മൾ ഓൾറെഡി തയ്യാറാക്കിയ വയലറ്റ് കളർ ഫ്രിഡ്ജിൽ നിന്നെടുത്ത് ഇതേപോലെ കുറച്ച് സ്റ്റാർസ് പൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ അടുത്തൊക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് കളറും ഇതേപോലെ ജസ്റ്റ് സ്റ്റാർസ് ഇങ്ങനെ പൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതേപോലത്തെ ഐസിങ് നൈഫ് എടുത്ത് ഒന്ന് ഈ കളറൊന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ സ്പ്രെഡ് ചെയ്യുമ്പോൾ ഈ രണ്ട് കളറിൻ്റെയും ഒരു കോമ്പിനേഷനായിരിക്കും നമ്മുടെ കേക്കിൻ്റെ ടോപ്പായിട്ട് വരുന്നത്. ആദ്യം ഇതേപോലെ ഒന്ന് കളർ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ക്രോസ് ചെയ്തിട്ടുള്ളൊരു സ്പൈറൽ ഇഫക്റ്റാണ് നമ്മുടെ കേക്കിൻ്റെ ടോപ്പിലായിട്ട് വരുന്നത്. അപ്പോൾ ഇതേപോലെ സൈഡിലേക്കൊന്ന് ജസ്റ്റ് ഒന്ന് സ്പൈറലാക്കി കൊടുക്കാം. അപ്പോൾ ഈ ഒരു പേസ്റ്റൽ ഷെയ്ഡിലുള്ളൊരു കേക്ക് കാണാൻ നല്ല എലിഗൻറ്റ് ലുക്കാണ്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൈപ്പിംഗ് ബാഗ് എടുത്ത് റോസസ് പൈപ്പ് ചെയ്ത് കൊടുക്കാം. ചെറിയ ചെറിയ റോസസാണ് പൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഗ്യാപ്പ് വിട്ട് ഇതേപോലെ കുറച്ച് റോസസ് ബോർഡറിലായിട്ട് പൈപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കേക്ക് തന്നെ ടോട്ടലി വൈറ്റ് കളറിൽ നിന്നും മാറി നല്ല പേസ്റ്റൽ ഫ്ലവേഴ്സും പേസ്റ്റൽ ഷെയ്ഡിലുമുള്ള നല്ലൊരു കേക്കായിട്ട് മാറും. ഇനി നെക്സ്റ്റ് കളർ ഇതിൻ്റെ ഗ്യാപ്പിലായിട്ട് ഇതേപോലെ തന്നെ റോസസ് പൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ വയലറ്റ് ഫ്ലവേഴ്സിൻ്റെ തൊട്ടടുത്തായിട്ടാണ് പൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കുറച്ച് വൈറ്റ് ക്രീമും കൂടെ എടുത്തിട്ടുണ്ട്. ഇതേപോലത്തെ ഒരു ഫ്ലവർ നോസിലിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ നല്ല ചെറിയ ചെറിയ ഫ്ലവേഴ്സിൻ്റെ ഒരു ഡിസൈനാണ് ഈ ഒരു നോസിൽ കൊണ്ട് കിട്ടുന്നത്. നമുക്ക് ഗ്യാപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെയാണ് കേക്കിൻ്റെ ബോർഡർ പൈപ്പ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മുടെ കേക്കിൻ്റെ സൈഡ് ഇതേപോലെ തന്നെ മുകളിൽ വരച്ച സ്റ്റാർ പോലെ തന്നെ ഒന്ന് ഗ്യാപ്പ് വിട്ടിട്ട് ആദ്യം ഒരു കളറും 4 സൈഡിലും ഈ ഒരു കളറ് പൈപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് നെക്സ്റ്റ് കളറും ഇതിൻ്റെ ഇതേപോലെ തന്നെ ജസ്റ്റ് സ്റ്റാർസ് പൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഐസിങ് നൈഫ് വെച്ച് ഇതൊന്ന് മുകളിലേക്കായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ സൈഡും നല്ലൊരു പ്രത്യേക ലുക്കിൽ തന്നെ നമുക്ക് കിട്ടും. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് ഇപ്പോൾ കേക്കിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഡിസൈനാണ് ഇതൊക്കെ. അപ്പോൾ നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ വർക്ക് ഇതോടുകൂടി ഓൾമോസ്റ്റ് കഴിയുന്നതാണ്. അപ്പോൾ നല്ലൊരു കളർ കോമ്പിനേഷനിൽ നമ്മൾ 2 കിലോ കേക്ക് വളരെ ഈസി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വൈറ്റ് സ്പ്രിങ്കിൾസ് കൂടെ ഞാൻ ഇതിൻ്റെ ജസ്റ്റ് ബോട്ടിൽ മാത്രം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ഹാപ്പി ബർത്ത്ഡേയുടെ കോയിനും സെയിം കളർ ഇഫക്റ്റുള്ള ഒരു പേപ്പർ ബട്ടർഫ്ലൈയും കൂടെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ കേക്ക് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സിമ്പിൾ ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇനിയും നല്ല വീഡിയോസിനായി Q3 വേൾഡ് എന്ന ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.